DGP യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ പിണറായി വിജയനിൽ തിരിച്ചടിയായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. കാരണം കുറെ നാളുകളായിട്ട് ഈ ഒരു ഒളിച്ചുപാത്ത് കളി നടക്കുന്നുണ്ട്. അതായത് യോഗേഷ് ഗുപ്ത അദ്ദേഹം ഏത് രീതിയിലാണോ ഇത് ആവശ്യപ്പെടേണ്ടത് ആ രീതിയിൽ തന്നെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ചട്ടപ്രകാരം അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അതിന് മുതിരാതെ പിണറായി കളിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ആഭ്യന്തരം കൈയാളുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അപ്പൊ അദ്ദേഹം അറിയാതെ അവിടെ ഒരു ഇല അനങ്ങില്ല. അദ്ദേഹം അറിയാണ്ട് ഒരു ഇലയും ഇവിടെ അനങ്ങാറില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പോയി പരാതിപ്പെടുമ്പോഴും ഒക്കെയും പറയുന്നത് പലതരത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇത് നൽകാതെ വെച്ചിരിക്കുകയായിരുന്നു ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. സത്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി യോഗേഷ് ഗുപ്തയെ ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടാൽ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിജിലൻസ് അല്ലെങ്കിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പ്രവേശിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് EDയിലേക്കോ CBIയിലേക്കോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്ക് പോയാലും ഇവിടുത്തെ ചരടുവലികളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. വിജിലൻസിന്റെ ഹെഡായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. അവിടെ നിന്ന് പലരിലേക്കും അതായത് മന്ത്രിസഭയിലെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള CPMന്റെ ഒക്കെ പല പ്രമുഖരിലേക്കും പല കാര്യങ്ങളും പല ഫയലുകളിലേക്കും അദ്ദേഹത്തിന്റെ കൈ എത്തുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവരങ്ങൾ എത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കൃത്യമായ നടപടികൾ അവർക്കെതിരെ എടുത്തു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് മാറ്റി. അങ്ങനെ മാറ്റി അദ്ദേഹത്തിനെ അവസാനം അഗ്നിശമന സേനയുടെ മേധാവിയാക്കുന്നു. ആ അഗ്നിശമന സേന മേധാവി പദത്തിൽ നിന്നും അദ്ദേഹത്തെ ഈ അടുത്താണ് മാറ്റിയത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ റോഡ് സുരക്ഷ കമ്മീഷണർ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ അതായത് എനിക്ക് തോന്നുന്നു 3 വർഷം കൊണ്ട് 7ഓളം മാറ്റങ്ങളാണ് ഔദ്യോഗിക പദവികളിൽ 7ഓളം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു കറ കളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. കാരണം ഈ നയങ്ങളുമായിട്ട് ചേർന്ന് പോകാതിരിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പൊരുത്തക്കേടുകൾ ഭരണ നേതൃത്വവുമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒരിടക്ക് ശ്രീജിത്ത് IPS അദ്ദേഹത്തിനും ഗണേഷ് കുമാറിനും ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായി എന്നൊക്കെ വാർത്തകളൊക്കെ വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ പറയുന്ന യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിന് കൃത്യമായ അകൽച്ചയുണ്ട്. അദ്ദേഹം എങ്ങോട്ടേക്കും പോകരുത് എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ കൃത്യമായ ഒരു പദവി നൽകി ഏത് പദവിയിൽ ഇരുത്തിയാലും ആ പദവിയിലെല്ലാം തന്നെ എന്താ പറയാ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതായത് അന്വേഷണമാവട്ടെ അതിൽ നടത്തേണ്ട കാര്യങ്ങളാവട്ടെ അതിലെല്ലാം തന്നെ അദ്ദേഹം കറകളഞ്ഞ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ അവിടെയുമില്ല ഇവിടെയുമില്ലാതെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകിപ്പിക്കുന്നതിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതൃപ്തി രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിനോട് ട്രിബ്യൂണൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാൻ വേണ്ടിയിട്ടാണ്. DGP യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെയും പൂർത്തിയാക്കുന്നതിന് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. ആ സ്ഥാനക്കയറ്റം ഇല്ലാതെയാക്കുക തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും. എന്നാൽ ഇത് നൽകുന്നതിനാണ് ഈ സംസ്ഥാന സർക്കാരായിട്ട് ഈ ഇത്രയേറെ കാലതാമസം വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കാലതാമസം വരുത്തിയത് കൊണ്ടാണ് ഇദ്ദേഹം അതായത് യോഗേഷ് ഗുപ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരുന്നതും. ഈ വിഷയത്തിൽ DGP ആയിട്ടുള്ള അദ്ദേഹം യോഗേഷ് ഗുപ്ത സമർപ്പിച്ചിട്ടുള്ള ഹർജി പരിഗണിച്ചിട്ടാണ് ട്രിബ്യൂണൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സംസ്ഥാന സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കണമെന്ന് വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ വീണ്ടും പ്രതികാര നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അഗ്നിരക്ഷാശമന സേന മേധാവിയായിരുന്ന അദ്ദേഹത്തെ റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ട് മാറ്റി നിയമിക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം അദ്ദേഹം ഈ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ കയറി ഇറങ്ങുന്നത് തന്നെയാണ്.
അതല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അത് കൊടുക്കേണ്ടതാണ്. എന്നാൽ ഒന്നില്ലെങ്കിൽ ആലോചിക്കാലോ, ഈ തലവേദന ഇവിടുന്ന് കഴിച്ചിലാക്കാന്ന് ചിന്തിക്കാം, അങ്ങനെയും കൊടുക്കാം. ഇത് അങ്ങനെയും കൊടുക്കില്ല, കാരണം അവിടെ പോയാലും ഇങ്ങനെ കൊണ്ട് തലവേദന ഉണ്ടാവും. ഇദ്ദേഹം ഇവിടെ എവിടെ ഇരുന്നാലും അതിൻ്റെ തലവേദന ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ഈ മന്ത്രി ഗണേഷ് കുമാറും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഒരു തരത്തിലും ഈ ഉദ്യോഗസ്ഥന് എവിടെ ഇരുന്നാലും ഈ ഒരു മന്ത്രിസഭയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം മനഃപൂർവ്വം ചൊറിയുന്നതുമല്ല, ഇവരുടെ പ്രവൃത്തി ദോഷം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുകയും അദ്ദേഹം അതിനനുസരിച്ചിട്ട് നടപടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും കണ്ണിൽ പിടിക്കില്ല. ഒരുപാട് കളങ്കിതരായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് ഒരു ഭരണം നടത്തുന്ന, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാം. അങ്ങനെ തന്നെയാണ് ഇപ്പൊ സാധാരണക്കാരോട് ചോദിച്ച പോലെ, സാധാരണക്കാരന്റെ സർക്കാർ എന്നാണല്ലോ പറയുന്നത്, സാധാരണക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം എന്തൊരു തലവേദനയാണെന്ന് പറയും, ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് പറയും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, കോൺഗ്രസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതും പോകും, പക്ഷെ ഈ തലവേദനയോട്ട് സഹിക്കാൻ വയ്യ, ഇത് എങ്ങനെ മാറ്റിയെടുക്കുന്നത് സാധാരണക്കാരന് അറിയില്ല, അവരെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവരിപ്പോൾ വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഒരു തീരുമാനം അനുസരിച്ച്, ഇവരുടെ ഒരു വിലയിരുത്തലുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഹുങ്ക് കൂടുമല്ലോ. ഇപ്പൊ തന്നെ രണ്ടാം ഭരണം കിട്ടിയതിന്റെ ഹുങ്കാണ് ഈ ജനങ്ങൾ അത്രയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു മൂന്നാം ഭരണത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവര് കാണിക്കാൻ പോകുന്നത്, മോദി വീണ്ടും വന്നു, അപ്പൊ ഇവിടെ വീണ്ടും പിണറായി സർക്കാർ വന്നു എന്നുള്ളതാണ്. ഗതികേട് കൊണ്ട് വന്നു പോകുന്നതാണോ എന്നുള്ളതും, മറ്റേത് ജനങ്ങൾ മനസ്സാലെ അവരോധിക്കുന്നതാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നുള്ളതും വ്യത്യാസമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ വിജിലൻസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് അവർ പിടിച്ചു വയ്ക്കുന്നു. ഇതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളുകയുണ്ടായി. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് താൻ കൂടി ഭാഗമായിട്ടുള്ള പോലീസ് വകുപ്പിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ രഹസ്യമായതുകൊണ്ട് അത് നൽകാനാവില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു വകുപ്പിൽ നിന്നാണ് ഈ ഒരു കാര്യം പറയുന്നത്. അവിടെ എന്ത് രഹസ്യമാണ് ഉള്ളത്? അങ്ങനെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് പൊതുവായിട്ട് പരസ്യമാക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അത്രത്തോളം കളങ്കിതനായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വെച്ച് ഉറപ്പിക്കേണ്ട കാര്യം പിണറായിക്കില്ല. പിണറായി എല്ലാവർക്കും എതിരെ, അതായത് കളങ്കിതർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ളവരൊക്കെ കളങ്കിതരാണ്. അപ്പോൾ ഈ കളങ്കിതനല്ലാത്ത ഈ ഒരു ഉദ്യോഗസ്ഥനെ കളങ്കിതനാക്കി മാറ്റാനുള്ള ശ്രമം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം യോഗേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് വിജിലൻസ് വകുപ്പ് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്കൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സംസ്ഥാനം അത് കേന്ദ്രത്തിന് കൈമാറാതെ പിടിച്ചു വയ്ക്കുകയാണുള്ളത്. ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥന് ജൂൺ 19 യോഗേഷ് ഗുപ്ത അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയാണ് നൽകിയത്. തുടർന്നാണ് അദ്ദേഹം കേന്ദ്ര ട്രിബ്യൂണലിലേക്ക് പോകുന്നത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 5 ദിവസത്തിനകം ഈ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ്. അതായത് സർക്കാരിന് മൊത്തം മാനക്കേടാണ്. ഇത് നേരെ ചൊവ്വേ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വാർത്ത വരുന്നില്ല, ഇത് ചർച്ചാവിധേയമാകുന്നില്ല, ഒന്നും ആകുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും കഴിച്ചിലായത് അങ്ങ് പോകുമായിരുന്നു. ഇതിപ്പോ നാട് മൊത്തം സംസാരിക്കുന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ആക്കി മാറ്റിയിട്ട് ഈ പിണറായി സർക്കാരിന്റെ പോക്ക് ഇത്തരത്തിൽ ഇത്രയും എന്താ പറയാ, ഇത്രയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും വേട്ടയാടുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഈ എങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് പോലീസിനകത്തുള്ള ഉള്ളുകളികൾ ഉണ്ടല്ലോ, ഒരുപാട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടംവലികൾ, ഇതെല്ലാം ഇവിടെ ചർച്ചയാവേണ്ടത്. പൊതുസമൂഹം ഇതിനെപ്പറ്റി എല്ലാം വിശദമായി ചർച്ച ചെയ്യുകയും അവലോകനം ചെയ്യുകയും ഇതിലാര് ശരി തെറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ തന്നെ വിലയിരുത്തുകയാണ് വേണ്ടത്. ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ അടുത്ത 2-3 മാസത്തിനുള്ളിൽ നടക്കും. 1ാം ഘട്ടം, അത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും ഇതിനകത്തുള്ള പുഴുക്കുത്തുകളും ഇതിനകത്തുള്ള തമ്മിലടിയും വടംവലിയും അധികാരത്തിന് വേണ്ടിയിട്ടും വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടുമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും വെറുതെ ആവില്ല. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിനെ പൂർണ്ണമായും വിലയിരുത്തുന്നുണ്ട്. എന്നിട്ടേ ഇവർ വോട്ട് കുത്തുകയുള്ളൂ. ഇത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും.
ജനങ്ങൾ അവർ ഇതെല്ലാം മറക്കും, ഇവരിതെല്ലാം മറന്നുപോകും. ഈ പറയുന്ന ഇലക്ഷന് മുമ്പ് ഒരു കിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം മറക്കുമെന്ന് പറയില്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇത്തവണ ഓരോരുത്തരും ഓർമ്മിച്ച് വെക്കുന്നുണ്ട് അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ഈ പോലീസ് കാണിച്ചിട്ടുള്ള ഗുണ്ടായുസങ്ങൾ മുഴുവൻ നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെതിരെ ഉയർന്ന വലിയ ആരോപണങ്ങളിൽ പലതിലും വിജിലൻസ് അടക്കം ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും അപ്പോൾ ഇങ്ങനെ വരുന്ന വലിയ ആരോപണങ്ങൾക്കെല്ലാം ഈ സർക്കാർ കുടപിടിച്ചില്ലേ, സംരക്ഷിച്ചില്ലേ? എവിടെ കൊണ്ടുപോയി ഇവർ ഈ പറയുന്ന ആരോപണങ്ങൾ? വലിയ ആരോപണം ഉന്നയിച്ച് സർക്കാരിനൊപ്പം നിന്ന PV അൻവർ പിന്നെ വെളിയിലേക്ക് പോയില്ലേ? അതിനുശേഷം ഈ സർക്കാരിനോട് പുറത്തു നിന്നിട്ട് സർക്കാരിനെതിരെ പിണറായി സത്തിനെതിരേക്ക് യുദ്ധം ചെയ്ത അൻവർ ഉണ്ടല്ലോ, കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ അജിത് കുമാറിനെ പറ്റിയിട്ട്. അതിലൊക്കെ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ആരാണ് നടത്തിയത്? അജിത് കുമാറിന് കീഴിലുള്ള ഒരാൾ. അപ്പോൾ അവിടെ ശരിയായിട്ടല്ല എന്ന് പറയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സുജിത് ദാസിന്റെ കാര്യത്തിലും അതല്ലേ ഈ പറയുന്ന ശരിയായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വിമർശനമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ കീഴ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ക്ലീൻ ചിറ്റ് നൽകി പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോവുകയും മറ്റൊരു വശത്ത് ശരിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുകയും ചെയ്യുകയാണ്. ഇത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടെ ഈ നമ്മൾ സംശയം തോന്നും. പുരാണങ്ങളിലൊക്കെ ഈ അസുരന്മാരെ സംരക്ഷിക്കുന്ന രാക്ഷസന്മാരെ സംരക്ഷിക്കുന്ന വലിയ അസുര രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആണോ ചിലപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഉദ്യോഗസ്ഥർക്കെതിരെ പല തെളിവുകളും ഇല്ല. ഇപ്പോൾ സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ച ഈ PV അൻവറിനെ അടക്കം പോലും ഇവർക്കെതിരെ തെളിവുകൾ നിരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയൊരു പരാജയം. അതവിടെ നിൽക്കട്ടെ, അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? ഇവരെയൊക്കെ എനിക്ക് സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്ന്. പിണറായി വിജയന്റെ ജോലിയല്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ അല്ല ഇതിനൊക്കെ പിന്നിൽ P ശശിയാണെന്നും അൻവർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും സംരക്ഷിക്കപ്പെടുന്നു, പലരും അവരുടെ അധികാരത്തിന്റെ തണലിൽ സുഖമായിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ചില ഉദ്യോഗസ്ഥർ, വളരെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പലരും വേട്ടയാടപ്പെടുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. ജേക്കബ് തോമസ് IPS RSSന്റെ ഗണവേഷമിട്ട് നാളെ കഴിഞ്ഞാൽ വിജയദശമി ദിനത്തിലുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ RSS ആക്കിയതാരാണ്? ഈ സർക്കാർ തന്നെയല്ലേ? ഈ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ അദ്ദേഹത്തിനെ വിജിലൻസ് DGP ആക്കിയത്. അവസാനം അദ്ദേഹം റിട്ടയർമെൻറ്റിൻ്റെ അന്ന് ഇട്ട ഒരു ഫോട്ടോയുണ്ട്. എനിക്ക് തോന്നുന്നു കേരള സ്റ്റീൽസ് ലിമിറ്റഡിലാണോ, അങ്ങനെ കേരള മെറ്റൽസ് ആൻഡ് സ്റ്റീൽസ് ലിമിറ്റഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ട് കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. എന്നിട്ടാണ് IPSകാരൻ അവിടെ നിന്ന് റിട്ടയർ ആയി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നയങ്ങളുണ്ട്. TP സെൻകുമാർ, അദ്ദേഹം എങ്ങനെയാണ് BJPയുടെ പ്രവർത്തകരായി മാറുന്നത്, BJPയുടെ നേതാവാണ്? ഈ പറയുന്ന CPM ആയിട്ടുള്ള അല്ലെങ്കിൽ LDF സർക്കാരും പിണറായി സർക്കാരുമായിട്ടുള്ള ഒരു തെറ്റലിൻ്റെ പുറത്താണ് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കലഹങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ടുണ്ടാകുന്നു. ഒരു പക്ഷത്ത് കുറേ പേരെ സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് കുറേ പേരെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് നിരന്തരമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിന് പ്രിയപ്പെട്ടവരല്ലെങ്കിൽ അവരെയൊക്കെ വേട്ടയാടും. അതിനകത്ത് വലിയ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നേ നമുക്ക് വിലയിരുത്താനാവുകയുള്ളൂ. ഈ പറയുന്ന ഇല്ലാത്തവർ, ബാക്കി ആരോപണം നേരിടുന്നവർ നിയമത്തിന് മുന്നിൽ അത് തെളിയിക്കേണ്ടതുണ്ട്. അല്ലാത്തവർ വേട്ടയാടപ്പെട്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കപ്പെടുകയും ഈ പറയുന്ന ഇലക്ഷനിലൂടെ വിലയിരുത്തപ്പെടുകയും ചെയ്യുമെന്നുള്ളതായിരിക്കും വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.